നമസ്കാരം. കേരളത്തിൽ സ്വർണ്ണവിലയിൽ വൻ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വരുന്ന ഏതാനും ദിവസം കൂടി ഇടിവ് തുടർന്നേക്കുമെന്ന വിലയിരുത്തലും വരികയാണ്. പിന്നീട് വലിയ വില മുന്നേറ്റം ഉണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ആഭരണം ഉൾപ്പെടെ സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ എത്രയും വേഗത്തിൽ വാങ്ങുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അഡ്വാൻസ് ബുക്കിംഗിലും ചെയ്തിടണം. ഒരുപാട് വിവാഹങ്ങളാണ് വരും മാസങ്ങളെല്ലാം തന്നെ നടക്കാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടി സ്വർണം എടുക്കാൻ ഇനി കാത്തിരിക്കാതെ എത്രയും വേഗം എടുത്തു വയ്ക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് പറയാനുള്ളത്. സ്വർണ്ണവില മാത്രമല്ല, ക്രിപ്റ്റോ കറൻസികളും വില ഇടിഞ്ഞിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ വിലയും താഴ്ന്നിരിക്കുകയാണ്. അമേരിക്കൻ ഡോളർ സൂചികയും താഴുകയാണ്. ഇന്ത്യൻ രൂപ കരുത്ത് കൂട്ടുന്നുമില്ല. അമേരിക്ക വൈകാതെ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങും എന്നാണ് നിക്ഷേപകർ കരുതുന്നത്. മാന്ദ്യ ഭീതിയിൽ നിക്ഷേപകർ സ്വർണം വാങ്ങാൻ തുടങ്ങിയാൽ വില കൂടി വരും. ഇന്നത്തെ, അതായത് മാർച്ച് മാസം 11-ാം തീയതിയിലെ സ്വർണ്ണവിലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി അറിയാം. കേരളത്തിൽ ഇന്ന്, അതായത് മാർച്ച് 11-ാം തീയതി, ഒരു പവൻ സ്വർണത്തിന് 240 രൂപ കുറഞ്ഞ് 64,160 രൂപയായിട്ടുണ്ട്. 22 കാരറ്റ് ഗ്രാമിന് 30 രൂപ കുറഞ്ഞ 8,020 രൂപയായി. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 20 രൂപ കുറഞ്ഞ് 6,600 രൂപയായി. വെള്ളിയുടെ വില ഗ്രാമിന് 106 എന്ന നിരക്ക് തുടരുകയാണ്. ആഗോള വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് $2,896 താഴ്ന്നിട്ടുണ്ട്. ഈ മാസം കേരളത്തിൽ രേഖപ്പെടുത്തിയ ഉയർന്ന പവൻ വില 64,520 രൂപയും കുറഞ്ഞ വില 63,520 രൂപയുമായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നയങ്ങൾ അമേരിക്കയെ കുഴിയിൽ ചാടിക്കും എന്നാണ് മിക്കവരും കരുതുന്നത്. മാന്ദ്യത്തിലേക്ക് അമേരിക്ക നടന്നു എന്നും നിക്ഷേപകർ കരുതുന്നുണ്ട്. ഇക്കാര്യത്തിൽ വിശ്വസനീയമായ മാറ്റം വിപണിയിൽ സംഭവിച്ചാൽ നിക്ഷേപകർ പരിഭ്രാന്തിയിലാകും. അവർ കൂട്ടത്തോടെ സ്വർണം വാങ്ങുന്ന സാഹചര്യം വരും. അതോടെ സ്വർണ്ണവില കുത്തനെ വർദ്ധിക്കും. അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് 2 തവണ ഈ വർഷം കുറയ്ക്കും എന്നാണ് നേരത്തെ അറിയിച്ചിട്ടുള്ളത്. ആദ്യത്തെ കുറയ്ക്കൽ വൈകാതെ ഉണ്ടാകുമെന്നും പ്രചാരണമുണ്ട്. പലിശ നിരക്ക് കുറച്ചാൽ നിക്ഷേപ വരുമാനം കുറയുന്ന സാഹചര്യം വരും. അതോടെ നിക്ഷേപകർ സ്വർണത്തിലേക്ക് തിരിയുകയും സ്വർണ്ണവില കൂടുകയും ചെയ്യും. മേൽപ്പറഞ്ഞ 2 സാഹചര്യങ്ങളാണ് വിപണിയിൽ വൈകാതെ വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലെ വിലയിടിവ് മുതലെടുക്കാൻ ഉപഭോക്താക്കൾ പരമാവധി ശ്രമിക്കും, അല്ലെങ്കിൽ അതിനായി തയ്യാറാകുമെന്നാണ് ജ്വല്ലറി വ്യാപാരികളുടെ പ്രതീക്ഷ. വില കുറഞ്ഞ സാഹചര്യത്തിൽ കൂടുതൽ പേർ ആഭരണം വാങ്ങാൻ എത്തുമെന്നും വ്യാപാരികൾ കരുതുന്നുണ്ട്. അതേസമയം 18 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾക്ക് ഡിമാൻഡ് കൂടിയിട്ടുണ്ട് എന്നും വ്യാപാരികൾ പറയുകയാണ്. ഡോളർ സൂചിക ഇടിഞ്ഞു നിൽക്കുകയാണ്. 103 എന്ന നിരക്കിലാണ് സൂചികയുള്ളത്. ഇത് സ്വർണ്ണവില കൂടുമെന്ന സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ 87.33 എന്ന നിരക്കിലാണ് ഉള്ളത്. ബിറ്റ്കോയിൻ വില $79,000 ഇടിഞ്ഞതായും ആഗോള വിപണിയിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്.